ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് അസംഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ദി അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആർ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇസ് ഗിവൺ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച്. കൺസ്യൂമേഴ്സിൻ്റെ മണി ഇൻകം എന്ന് പറയുന്നത് ഗിവൺ ആണ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. രണ്ടാമത്തെ assumption, the two goods are substitutes of each other. Two goods are substitutes of each other. And the third assumption is the consumer's scale of preference for the two goods does not change. Consumer's scale of preference for the two goods does not change. The consumer is driven by monotonic preferences. Consumers is driven by monotonic preferences. The consumer is rational. Consumer is rational. These are the assumptions of indifference curve analysis of the consumer equilibrium. And let us discuss what is indifference set. Indifference set refers to a set of different combinations of the two goods which offer the consumer the same level of satisfaction. ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രണ്ട് സാധനങ്ങളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് സെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഇൻഡിഫറൻസ് സെറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ഇൻഡിഫറൻസ് സെറ്റിൽ ഒരു കൺസ്യൂമർ എന്തായിരിക്കും? ഇൻഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഏത് സെറ്റ് എടുത്താലും അതിൽ കൺസ്യൂമറിന് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിഫറൻസ് കർവ്? The indifference curve shows different combinations of two goods offering the same level of satisfaction to the consumer. കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്, രണ്ട് സാധനങ്ങളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു കർവാണ് എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഷോസ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഷോസ് ദി എമൗണ്ട് ഓഫ് ഗുഡ് ബൈ which a consumer is willing to sacrifice for one more unit of good debts. ഒരു യൂണിറ്റ് ഗുഡ് ഡെറ്റ്സ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമറിന് എത്ര യൂണിറ്റ് ഗുഡ് ബൈ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്? ഇൻഡിഫറൻസ് മാപ്പ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് പ്ലേസ്ഡ് ടുഗദർ ഇൻ എ ഡയഗ്രാം. ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഒരു ഡയഗ്രത്തിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? അതാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം ഇൻഡിഫറൻസ് മാപ്പ്. ഇവിടെ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് IC1, IC2 ആൻഡ് IC3 ഇതെല്ലാം ഞാൻ ഒരു സെറ്റ് ഒറ്റ ഇൻഡിഫറൻസ് ഒരൊറ്റ ഗ്രാഫ് പേപ്പറിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കർവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ദി IC slopes downward. Indifference curve slopes downward. Indifference curves are convex to origin. Higher indifference curve shows the higher level of satisfaction, and indifference curves do not cross or intersect each other. ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടത്തില്ല. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഡസ് നോട്ട് ടച്ച് എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ എന്ത് ചെയ്യില്ല, ഇൻഡിഫറൻസ് കർവ് മുട്ടത്തില്ല, കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്, തട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്, ഇറ്റ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡു നോട്ട് ക്രോസ് ഓർ ഇൻ്റർസെക്ട് ഈച്ച് അതർ, കൂട്ടിമുട്ടില്ല. ആൻഡ് ഡസ് നോട്ട് ടച്ച് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ എന്ത് ചെയ്യില്ല, ഇത് തട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബഡ്ജറ്റ് സെറ്റ് refers to the attainable combination of set of two goods given in a market of the goods and income of the consumer.
And what is a budget line? Budget line is also called price line. It is a line showing the different combinations of the two goods which a consumer can attain when he spends his entire income on these goods, and the market price for the goods are known. And what are the slope of the budget line? The slope of the budget line is equal to PH divided by PY, slope of the budget line. And what do you mean by consumer equilibrium? The consumer equilibrium is the optimum choice of the consumer. The consumer reaches his optimum choice when consumer reaches its optimum choice when under first one is MRS HY equal to PH divided by PY, and the second condition is IC, indifference curves are convex to origin. Why it is convex to origin? This is because of the law of diminishing marginal utility. These are the main and important points refers to the indifference curve analysis. Okay, thank you.